ഞങ്ങളുടെ മോണിറ്ററി ഡിമാൻഡ്സാണ് പ്രധാനപ്പെട്ടത്. ഓണറേറിയം വർദ്ധിപ്പിക്കണം, പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ തരണം, അതേപോലെ പെൻഷൻ. ഈ 3 കാര്യത്തിലും അവർക്ക് യാതൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് KP റോസമ്മ ഒരു രീതിയിൽ അവസാനം ചോദിച്ചു, നിങ്ങൾക്ക് എത്ര തരാൻ പറ്റും എന്ന് വരെ അവർ ചോദിച്ചു. അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാത്തത് കൊണ്ടാണുള്ള ചോദ്യമാണ്. പക്ഷേ അതിനെ അവർ ഒന്ന് പരിഹാസമായിട്ട് അങ്ങ് തള്ളിക്കളയാ ചെയ്തു. മീൻസ് അങ്ങനെ ഒരു ചർച്ച ഇത് വേണോ, നമ്മൾ വില പേശണോ എന്ന രീതിയിലാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, അവരിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. അവരിന്ന് വരാത്തത് കൊണ്ട് അവർ അക്ഷമയായിട്ടാണ് അവർ ചോദിച്ചത്. പക്ഷെ അതിൽ പോലും ഇത്തരം ഒരു സമരങ്ങളിൽ ഒരു ചർച്ചയൊക്കെ വിളിക്കുമ്പോൾ സർക്കാർ എന്തെങ്കിലും ഒരു വാഗ്ദാനം ഒന്നും ഉണ്ടായില്ലെന്നാണ് പറയുന്നത്. ഒരു വാഗ്ദാനം മുമ്പോട്ട് വയ്ക്കും, എന്നിട്ട് നമ്മളോട് ചോദിക്കും എന്താണ്. അതുണ്ടായില്ല. അങ്ങനെ ഒരു ചർച്ചയിലേക്കും കടന്നിട്ടില്ല. ഈ മോണിറ്ററി ഡിമാൻഡ്സിന്റെ മുകളിൽ യാതൊരു തരത്തിലും അവർ മുന്നോട്ട് വരാൻ തയ്യാറാണ്. സാമ്പത്തിക ഭാരവും ആ കഥനകഥയൊക്കെ പറഞ്ഞു. കഥനകഥയും ശേഷം നിങ്ങൾ പിരിഞ്ഞു പോകണമെന്നുള്ള അഭ്യർത്ഥന വെച്ചു. ഞങ്ങൾ പറഞ്ഞു, ഈ നല്ല വാക്കുമായിട്ട് അവിടെ ചെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. 26,000 ചില്ലാനം വരുന്ന ആശമാർ ഉറ്റുനോക്കുന്നത് നിങ്ങൾ എന്ത് വാങ്ങി വരുന്നു എന്നുള്ളതാണ്. ഈ സമരത്തിലൂടെ നിങ്ങൾ എന്ത് നേടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒന്ന് നേടിയെന്ന് പറയാൻ ഒന്നുമില്ലാതെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് ഇത് പിൻവലിക്കാൻ കഴിയില്ല. ഈ ആശമാരുടെ സ്നേഹവായ്പൊക്കെ പ്രകടിപ്പിച്ചോ? അതവര് എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ ആശമാരോടൊപ്പമാണ്, ചേർത്ത് നിൽക്കും, അതുപോലുള്ള നല്ല വാക്കുകളൊക്കെ അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവരെ അങ്ങനെ വെയിലിലും മഴയിൽ ഇരിക്കുന്നതിൽ വേദനയുണ്ട്, ഇതൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് സഫലമാവുന്നത് അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടാണ്. എന്തെങ്കിലും കൊടുത്തിട്ട് അത് പറഞ്ഞാലും ശരി. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് അടുത്ത്? നിങ്ങളുടെ നാളെ നിരാഹാര സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതെങ്ങനെയാവും? നാളെ നിരാഹാര സമരം തുടരും. ശക്തമായ സമരവും പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകും. ഒരു ദിവസം 3 അങ്ങനെയാണോ? 3 പേരായിട്ടാണ്? അങ്ങനെയാണ്. ഞങ്ങളിപ്പം ഒരു സമയം 3 പേരാണ് നിരാഹാരം കിടക്കുന്നത്. നാളെ 3 പേർ നിരാഹാരം ആരംഭിക്കും. അതുതന്നെയാണ് മനു, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് സമരക്കാർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത റോസമ്മ ആശാ പ്രവർത്തക കൂടിയാണ്. എന്താണ് മന്ത്രിയുടെ അവസാനം ചോദിച്ചോ? ഈ ശമ്പളം എത്ര കൂട്ടി തരാൻ പറ്റും, ഇൻസെന്റീവ് എത്ര കൂട്ടാൻ ചോദിച്ചായിരുന്നു? ഞാൻ ചോദിച്ചായിരുന്നു. എന്താ ചോദിച്ചത്? അവസാനം മന്ത്രി പോണമെന്ന് പറഞ്ഞപ്പോഴ് ഞങ്ങളെ പ്രതീക്ഷിച്ച് ഒരുപറ്റം ജനങ്ങൾ അവിടെ ഇരിക്കുക. ഞങ്ങളും പ്രതീക്ഷയോടുകൂടിയാണ് ചർച്ചയ്ക്ക് വന്നത്. മന്ത്രിയുടെ ഡിമാൻഡ്, ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചാൽ എത്രയ്ക്ക് അംഗീകരിക്കാൻ പറ്റും എന്ന് പോലും ചോദിക്കേണ്ട ഗതികേട് വന്നു. എന്താ പറഞ്ഞ അവര്? അപ്പോഴെല്ലാവരും ഒന്ന് ചിരിക്കുക ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് അതിന് മറുപടി പോലും കിട്ടിയില്ല. ഒരു നാണയ തുട്ട് പോലും കൂട്ടാൻ അവർ ധാർഷ്ട്യത്തോട് തന്നെയാ നിൽക്കുന്നത്. ശരിക്കും മന്ത്രി 38 ദിവസത്തിന് ചർച്ചയ്ക്ക് വിളിക്കാൻ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. തീർച്ചയായും ഉണ്ടായിരുന്നു. ആരോഗ്യമന്ത്രിക്ക് ഈ ചർച്ച സംബന്ധിച്ച് ഞങ്ങളെ വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ എന്നിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, മന്ത്രിക്ക് തരാനുള്ള നല്ല മനസ്സുണ്ട്, പക്ഷെ സമ്മതിക്കാത്തത് ഉദ്യോഗസ്ഥരാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? അപ്പോഴൊന്ന് ചിരിച്ചു, അത്രേ ഉള്ളൂ. എന്താണ് ഇതിന്റെ ഒരു ചർച്ചയുടെ ഒരു എങ്ങനെയാണ് ചർച്ച? സാധാരണ പല ചർച്ചകളും പല വാഗ്ദാനങ്ങൾ മുന്നിൽ വെച്ച് ചർച്ച നടത്തുന്നത്, ഇതെന്താ സംഭവിച്ചത്? ഇതിപ്പോ നമ്മുടെ മന്ത്രി, നമ്മളിപ്പം തെരുവിൽ കിടക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ്. ആശമാരെ അവര് സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. തെരുവിൽ കിടക്കാൻ പാടില്ല, ഈ NRHM ജോലികളെല്ലാം, ആരോഗ്യവകുപ്പിലെ ജോലികളെല്ലാം താളം തെറ്റി കിടക്കുകയാണ്. അപ്പം നിങ്ങൾ സമരം അവസാനിപ്പിച്ച് ജോലിയിൽ കയറണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് വെച്ചത്. പക്ഷെ ഇത് കൂട്ടണം എന്നുള്ള ഒരു നിർദ്ദേശം പറഞ്ഞത്. അവർക്കിപ്പം കൂട്ടും, പക്ഷെ ഇപ്പം പറ്റില്ല എന്നുള്ള ഇതാണ് പറയണത്. ഞങ്ങൾ കൂട്ടില്ല എന്ന് പറയുന്നില്ലല്ലോ, ഭാവിയിൽ കൂട്ടാം. പിന്നീട് എന്തെങ്കിലും ചർച്ചയിൽ വന്ന് കൂട്ടൂല എന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ എന്നാണ് മന്ത്രി പറഞ്ഞത്. ഒരു ചർച്ചയിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മൾ പ്രതീക്ഷയോട് പോയിട്ട് ഇത്രയും ദിവസം നിന്നിട്ട്, നമ്മൾ 38 ദിവസം നിന്നിട്ട് ആദ്യത്തെ 5 ദിവസം മാത്രമാണ് ഈ നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചത്. അപ്പൊ ഈ ലാസ്റ്റിൽ ഈ 38ാം ദിവസം വിളിച്ചപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചാണ് പോയത്. എന്തെങ്കിലും NRHM ഡയറക്ടർ വിളിച്ചപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെയാണ് പോയത്. അപ്പൊ അത് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ വിഷമമായി. പിന്നെ കൂടാതെ നമ്മൾ ഫെബ്രുവരി 9 വരെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് ഞങ്ങൾ കൊടുക്കുകയും ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പോഴും ഫെബ്രുവരിയിലെ പൈസ വന്നു, പക്ഷെ ഞങ്ങളുടെ PHSൽ ആർക്കും ആ പൈസ വന്നിട്ടില്ല. അപ്പൊ അതും കൂടെ അറിഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായതാണ്. ഈ ചർച്ച ചെയ്യുമ്പോൾ വിഷമം ഇരട്ടിക്കാനല്ലേ സാധ്യത? ഇപ്പൊ സ്ട്രോങ് ആയി മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്തിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സമരം തുടർന്ന് നിരാഹാരം തന്നെയാണ്. എന്തായിരുന്നാലും നിരാഹാരം സമരത്തിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്. ഓരോ ദിവസം ഓരോരുത്തരല്ല, ആര് കിടക്കുന്നു അവര് എണീക്കുമ്പോൾ വീണ്ടും 3 പേര് വെച്ച്. ഇഷ്ടം പോലെ ആൾക്കാർ, നമ്മളിപ്പൊ തന്നെ നാളെ കിടക്കാൻ തന്നെ ആളുകൾ തള്ളി നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ 3 പേരെ വെച്ചിട്ട് നമ്മൾ ചെയ്യും.
ഇതാണ് മനു ഇതിന്റെ ഒരു അവസ്ഥ. ഒരു തരത്തിലുള്ള വാഗ്ദാനവും ഒരു തരത്തിലുള്ള ഒരു സമവായ ശ്രമത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോംവഴി മുന്നിൽ കാണാതെയാണ് മന്ത്രി വീണ ജോർജ്, ആരോഗ്യമന്ത്രി, ഇന്ന് ആശമാരെ ചർച്ചയ്ക്ക് വിളിച്ചതെന്നാണ് ഇതിൽ വ്യക്തമാകുന്നത്. കാരണം സാധാരണ ഇത്തരത്തിലുള്ള തൊഴിലാളി പ്രശ്നമായാലും ഇത്തരത്തിലുള്ള സമരങ്ങളായാലും സർക്കാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഒരു കാര്യമെങ്കിലും സമരക്കാർക്ക് അനുകൂലമായി, സമരക്കാർക്ക് സമരരംഗത്ത് പിന്മാറാൻ അവരെ വിശ്വസിച്ച നേതാക്കൾ ചർച്ചയ്ക്ക് അരുൺ തുടരണം. നമുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അവിടെ നിന്നുള്ള ആശമാരുടെ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. ഒപ്പം കഴിയുമെങ്കിൽ മന്ത്രിയുടെയും കൂടി പ്രതികരണങ്ങൾ നമ്മൾ തേടേണ്ടതുണ്ട്.